ഓക്കെ, രണ്ടെണ്ണം എഴുതിയിട്ട് പറയൂ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1498 മെയ് മാസത്തില് വാസ്കോഡ് ഗാമ കോഴിക്കോട് എത്തി. അഞ്ഞൂറില് പെഡ്രോ അൽവാറസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. വാസ്കോഡ് ഗാമ രണ്ടാമത്തെ പ്രാവശ്യം 1502 കേരളം വിടുന്നത് വരെ കൊല്ലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. കുളച്ചൽ യുദ്ധം 2, ഓപ്ഷൻ സി, ഡച്ചുകാർ. ഇരുപത്തിനാല് വരുമ്പോ എഴുതണ്ട, 24, 47. ഓക്കെ, ആൻസർ ഇസ് 4, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, KR ഗൗരിയം. പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. 3, ആൻസർ ഓപ്ഷൻ എ. എന്ന് പറയുന്നത് പോർത്തോസ് മലബാറിക്കസ്, ഹെൻറിക് വാൻ ഡ്രേഡ, മമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാർ, തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. മമാങ്കം കിളിപ്പാട്ടേ ഉള്ളവിടെ അറിയാത്ത, ബാലൻസ് ഒക്കെ കേട്ടിട്ടുള്ള.
ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബംഗാൾ വിഭജനം, റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്ട്. ഏത് ആക്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി അക്ബർ. ഓക്കെ, 9ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ്സ് മാത്രം അറിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി, അമേരിക്കൻ വിപ്ലവം. 20ന് പരിപാടി കൊണ്ടുവന്നത് ആര്? എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. എന്താണ് മാറിയത്? ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി റഷ്യൻ വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ട്. സ്റ്റാമ്പ് നിയമം ഒന്നുകൂടെ വരയ്ക്കാം. സ്റ്റാമ്പ് നിയമം അമേരിക്ക. ടെന്നീസ് കോർട്ട് ഫ്രഞ്ച് വിപ്ലവം. ബ്രസ്റ്റ് റഷ്യ. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ട്. ഓക്കെ, ഇന്ദിരാഗാന്ധി. പന്ത്രണ്ടാമത് ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള. 12 ആൻസർ ഓപ്ഷൻ ബി. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. ഡെൽറ്റ നദീ നിക്ഷേപം. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലും. 10ാമത്തെ ആൻസർ ഓപ്ഷൻ ബി.
ഉഷ്ണമേഖലാ മുള്ളുവനങ്ങൾ കാണപ്പെടുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ 13. സൈലന്റ് വാലി ഉഷ്ണമേഖലാ മഴക്കാട്. പാലക്കാട് ചുരം നീലഗിരിയെയും നെല്ലിയാമ്പതിയെയും തമ്മിൽ വേർതിരിക്കുന്നത്. Things are coming to me. ഡിഗ്രി ലെവലിന്റെ കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ ബാച്ചസ് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് +2 ലെവൽസിന്റെ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ക്ലാസ് ടൈമിങ് 12 മണിക്കും 7 മണിക്കും 10:30ക്കും 3 ക്ലാസ് വരുന്നുണ്ട് ഡിഗ്രി ലെവൽസ്. ടോട്ടൽ ഫീസ് 799. പ്രിലിംസ് റിലേറ്റ് ചെയ്ത എല്ലാ സബ്ജക്റ്റും. ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത്ര അധികം ആൻസേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് സ്കിപ്പ് ചെയ്യേണ്ടടുത്ത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് വിടണം. പ്രിലിംസ് ആണെന്നുള്ള ബോധ്യം വേണം. പ്രിലിംസ് ഒക്കെ ഇതുവരെ പാസ്സായിട്ടില്ലാത്തവർക്ക് ഒരു പ്രാക്ടീസ് ലെവൽ ആവുകയും ചെയ്യും. വരുമാന വിതരണത്തിൽ പുരോഗതി ഇല്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് 16. ഓപ്ഷൻ സി, വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നത്. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBI തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ, ലിക്വിഡിറ്റി. GDP-യിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാവുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് 18. ബി, വിപുലീകരണ ധനനയം പിന്തുടരുന്നു. ടെൻത്ത് ലെവൽ നോക്കുന്നവർ അത്യാവശ്യം ഡിഗ്രി ലെവൽ പ്രിലിംസ് വരെ നോക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ചോദ്യങ്ങൾ അതിൽ നിന്നും വരും. പലരും 10th ലെവൽ മാത്രമേ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഡിഗ്രി മെയിൻസ് നോക്കേണ്ട, പ്രിലിംസ് വരെ നോക്കണം. പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 21. നീതി ആയോഗ് താഴെത്തട്ടുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. എ, ശരിയാണ്. സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമൊന്നും നീതി ആയോഗിനില്ല. നീതി ആയോഗ് ഒരു അഡ്വൈസറി സമിതിയാണ്, ഉപദേശക സമിതി. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള അളവുകോൽ HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഒരു ലിസ്റ്റിൽ വന്നെന്നും പറഞ്ഞ് നമ്മൾ പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. ഒരു ലിസ്റ്റിൽ വന്നില്ലെന്നും പറഞ്ഞും പഠിക്കാതിരിക്കരുത്. നമ്മുടെ കയ്യിൽ ഒരു അഡ്വൈസ് മെമ്മോ കിട്ടുന്നിടം വരെ കൃത്യമായിട്ട് പഠിക്കുക. ഒപ്പിടുന്നത് വരെ. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ കണ്ടോ, ഈ ഇത് പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിന്റെ ആണ്. ഇപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോൾ നമുക്ക്
കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വരും. പക്ഷെ ഇവിടെ ഇതൊന്നും ഒന്നിച്ച് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ആ ടെൻഷൻ മാനേജ് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്തത്. പരീക്ഷാ ഹാളിൽ എന്ത് സംഭവിക്കും? ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മറിച്ച് മറിച്ച് നോക്കും, ശരിയല്ലയോ? അതായത് ആ ക്വസ്റ്റിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ എന്തായാലും നോക്കരുതെന്ന് പറഞ്ഞാലും നോക്കി പോകും ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമുക്കൊരു ചെറിയൊരു ടെൻഷൻ കയറി വരും. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും എക്സാംസ് പോകുന്നതിന്റെ റീസൺ. അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകരുത്, അറിയാവുന്ന എഴുതി എഴുതി പോവുക. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ പിനാകി ചന്ദ്രഘോഷ് ആണോ? വിവരാവകാശ നിയമം പാസ്സാക്കിയത് 23 ഓപ്ഷൻ സി 2005. സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന തർക്കം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 25 6 മാസം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4 മാത്രം. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഭേദഗതി വരുത്താനുള്ള നടപടി ക്രമം നൽകിയിരിക്കുന്നത്? ഭേദഗതി ചെയ്യുന്നത് ഏതാണ്? 20 27 ഓപ്ഷൻ എ പാർട്ട് 20. ഇന്ത്യൻ ഭരണഘടനയിലെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? 28 ആൻസർ ഈസ് ഓപ്ഷൻ ബി 52. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഗദ്യത്തിൽ രചിക്കപ്പെട്ടത്? വർത്തമാന പുസ്തകം. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 14. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 പാർലമെന്റ് അവകാശങ്ങൾ ഭേദഗതി ചെയ്തത്. ആ ആർട്ടിക്കിൾ, ആ പ്രത്യേക കേസസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, അത് നോക്കിയാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേസസ് എല്ലാം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ PSC ബുള്ളറ്റിനകത്ത് അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ അക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ
പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി മലയ വിലാസം. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം ഗജേന്ദ്രമോക്ഷം. സ്ഥാപനത്തിന് മുൻകൈ എടുത്തത് വള്ളത്തോൾ. ഓപ്ഷൻ ബി. എ 3, ബി 4, സി 1 കയർ തകഴി. ഞാൻ വിചാരിച്ചു നിങ്ങളത് എത്ര പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. 1747 36. ഓപ്ഷൻ എ രാജ്യസമാചാരം. പരീക്ഷാ ഹോളിൽ എന്ത് കാണത്തില്ല, ഇതൊന്നും കാണത്തില്ല. ആദ്യത്തെ ആ സ്റ്റക്കിനത്, അതാണ് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പാറ്റേൺ. അത് ആദ്യത്തെ ഒരു 22 ചോദ്യം നല്ല ടൈറ്റ് ആക്കി വലിയ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങ് ചെയ്തു. ചവിട്ടുനാടകം കാറൽ മാൻസ് ചരിതം. ബോഗി എന്ന പദം 38. ഓപ്ഷൻ എ ഗോൾഫ്. ടോക്കിയോ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? 39. ഓപ്ഷൻ ബി എബ്രഹാം റീഡ്. സമ്മർ ഒളിമ്പിക്സ് 2028 40. ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. സി പി യുവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറി. ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി. ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബ്. ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യാൻ. മീനും എന്താണ് അനങ്ങാത്തത്? എഴുതിയില്ലേ?
46 എഴുതി. വകുപ്പ് ഏതാണ്? അശ്ലീല ഉള്ളടക്കം വകുപ്പ് 66 ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രം. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. നിർമ്മാണം നിർത്തിക്കൊണ്ട്. ഒപ്പിട്ട വർഷം ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോളോ? സോറി, എല്ലാം ശരിയെന്ന് കേട്ടോ. 87. 45 എന്നൊരു ഏതാ? 45 സി. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്ന IT വകുപ്പ് 67. മോൺട്രിയൽ പ്രോട്ടോകോൾ എല്ലാം ശരിയാണേ. ഇത് 3 ശരിയാ. ഞാനത് കീ മാറിപ്പോയതാ, ഒരു സെക്കൻഡ്, സോറി കേട്ടോ. അതാ ഞാൻ ആലോചിച്ചത് അതിനകത്ത് വരുന്നത് എങ്ങനെയാണ്. നാൽപ്പത്തേഴ് ക്യാൻസൽ ചെയ്തേക്കുന്നു. ക്യാൻസൽ ആണെന്ന് മുമ്പ് അറിഞ്ഞില്ല, മറന്നുപോയി. നിങ്ങൾ എന്തോ എഴുതി? അതിനകത്തെല്ലാം അതുപോലെ തന്നെ വരുന്നതല്ലേ. ഒരു ലെവലില്ലാത്ത ക്വസ്റ്റ്യന്, കഴമ്പില്ലാത്ത ക്വസ്റ്റ്യൻ. അനുസരണയുള്ള പിള്ളേരാ. പരീക്ഷയ്ക്കൊന്നും ചെയ്യത്തില്ല, എല്ലാത്തിനെയും കയറി അറ്റൻഡ് ചെയ്യുക. കൂടെ വരാൻ ഒരാൾ വേണം പരീക്ഷയ്ക്ക്. അത് എഴുതരുത്, ഇത് എഴുതരുത്, അത് എഴുതണം, ഇത് എഴുതണം എന്നൊക്കെ പറയാൻ വേണ്ടിട്ട്. എങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയാണ് അല്ലേ. മറ്റേത് നമ്മുടെ ഉൾവിളി മാത്രമല്ല ഉള്ളൂ. എന്റെ മനസ്സ് പറഞ്ഞാണെന്ന് പറഞ്ഞ് നമ്മൾ വലതും എഴുതി വെക്കും. നമ്മുടെ മനസ്സിൽ ഒരേ സമയം ചാത്താനും ദൈവവും കൂടി ഇരിക്കുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അന്നേരം ഏതാണോ നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യും. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു കൺസർവേഷൻ 48, ഓപ്ഷൻ സി. ശരി ഉത്തരം 3ഉം 4ഉം മാത്രം. ഇൻസിറ്റു. എക്സിറ്റു ആണ് സൂവും ജീൻ ബാങ്കും ഒക്കെ അല്ലെ. നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, സാങ്ച്വറികളും എല്ലാം ഇൻസിറ്റു. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് എന്ത്? 49, ഓപ്ഷൻ എ. 2 മാത്രം, പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. 50. എഴുതിയോ? 50 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്.
ഒന്നും രണ്ടും മാത്രം. ഫോസ്ഫറസും നൈട്രജനുമാണ് യൂട്രോഫിക്കേഷൻ. കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, വീണ്ടും അത് ഈയിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മാർക്കൊക്കെ കൂട്ടി മൈനസ് മാർക്ക് കൂടെ ചേർത്തിട്ട് എല്ലാം കുറച്ചിട്ട് പറയുക കേട്ടോ. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് പേപ്പർ 2 മാത്രം നമുക്ക് ടെലഗ്രാമിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും വരുന്നുണ്ട്. 399 ആണ് ഫീസ്. ഇനി ആകെപ്പാടെ 10 ദിവസമേ ഉള്ളൂ. അടിച്ചു വിട്ട് പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 10th ലെവൽസിന്റെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 750 ആണ്. എല്ലാ സബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് വാലിഡിറ്റി അപ് ടു എക്സാം വരെയാണ്. BFA വെബ്കോ എക്സാം വരെ. കമ്പിനി ബോർഡ്, LGS എല്ലാത്തിനും അത് പറ്റാണ്. APOയ്ക്കും പറ്റുന്നതാണ്. +2 ലെവൽസിന് GKയും സയൻസും മാത്സും ഇംഗ്ലീഷും മലയാളം കൂടെ ചേർത്ത് 750. ഡിഗ്രി ലെവൽസിന് എല്ലാ സബ്ജക്റ്റും 799. പ്രിലിംസ് ആണ് വരുന്നത്. ഇനി കോംബോ ഓഫർ ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ +2 ലെവൽ ഓഫ് എക്സാംസിനകത്ത് GK മാത്രം മതിയെങ്കിൽ 599ഉം 10th ലെവൽ മാത്രം മതിയെങ്കിൽ 500ഉം ആണ് പേ ചെയ്യേണ്ടത്. ദെൻ ഡിഗ്രി ലെവൽസിന് ഇത്. ഇനി കോംബോ ഓഫർ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷും മലയാളവും മാത്രം വേണ്ടവർക്ക് 399 ആണ് പ്രൈസ് വരുന്നത്. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം റിവിഷൻ കോഴ്സ് അവൈലബിൾ ആണ്. 799 ആണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, വാട്സ്ആപ്പ് നമ്പറിൽ. ഇനി എല്ലാ ദിവസവും നമ്മൾക്ക് ഫ്രീ ക്ലാസ് അവൈലബിൾ ആണ്. 1:30 ക്ലാസ് വരുന്നത് ആപ്പിനകത്ത്. എല്ലാത്തിൻ്റെതും ഇതുവരെ നമ്മൾ 27 ക്ലാസ് എടുത്തിട്ടുണ്ട്. 27 ക്ലാസ്സിന്റെയും PDF നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഒന്നിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് റിവൈസ് ചെയ്ത് വെക്കണം. പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും എല്ലാ ദിവസത്തെയും ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. സിജി ബിജൂസ് അക്കാദമി ജസ്റ്റ് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ മാർക്കുകളെല്ലാം. ഡാലിയ ജോൺ 35, വെരി ഗുഡ്. മീനു 32, നഷ്മു 42. ഓ, നഷ്മുവിന് നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ എല്ലാ പരീക്ഷയ്ക്കും. നിമിഷ 41, കല്യാണിക്കുട്ടി 34, ചിത്തിര 45, വെരി ഗുഡ്. നഫ്സില 29. നിമിഷ പറഞ്ഞു മാർക്ക്. ബിന്ദുജ, ഷമ്മു, അസി, അശ്വതി. മാർക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. സോ മേ ബി നിങ്ങൾ ആ ഒരു പാറ്റേൺ ശരിയായിട്ടില്ലായിരിക്കാം. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. മാർക്ക് കുറവാണെങ്കിലും 10 ആയാലും 15 ആയാലും നമുക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. കുഴപ്പമില്ല, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഡൗൺ ആവരുത്. ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് അങ്ങ് നിർത്തും. അതിനു വേണ്ടി നമുക്ക് 10 ആയാലും 15. ഞാനൊക്കെ ആദ്യമൊക്കെ പരീക്ഷ ചെയ്തപ്പോ എനിക്ക് 5 മാർക്കൊക്കെ ഉള്ളായിരുന്നു. സോ നിങ്ങൾ നമ്മൾ ചെറുതിൽ നിന്നേ വലുതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓരോ ദിവസവും നമുക്ക് 1 മാർക്കെങ്കിലും കൂടിയാൽ മതി. ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഇതിനകത്ത് അത്യാവശ്യം ഒരു 20 മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ബാക്കി മാർക്ക് എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്? അടുത്ത 50 നിന്നിട്ടാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നാണ് പ്രിലിംസിന് കൊണ്ടുവരേണ്ടത്. ബാക്കിയുള്ള പാറ്റേൺസ് പഠിക്കുന്നത് പോലുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ 20 to 30 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. മൈനസ് അടിച്ചു വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഡിഗ്രി ലെവൽസ് വളരെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ GK പാർട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ 10 മാർക്ക് 15 മാർക്ക് ഉള്ളതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തോ, വലിയ അറിയാത്ത ചോദ്യങ്ങളൊക്കെ. ബാക്കി ജനറൽ എക്സാം പോലെ അല്ല ഡിഗ്രി ലെവൽസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ശരി, സാരമില്ല. നാളെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അതിന്റെ ഈ PDF വന്നൊന്ന് നോക്കണേ ആപ്പില്. Okay, thank you and love you all.